രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞു പുറത്തു വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കും. മറുപുറത്തു നിന്നുള്ള ചാറ്റിംഗ് സംഭാഷണം കൂടി പുറത്തുവിടണം. ഒരേ കുറ്റം ഒരേപോലെ രണ്ടുപേര് കൂടി ചെയ്തിട്ട് ഒരാളെ മാത്രം ചെളിവാരി തേക്കുന്നത് ശരിയാണോ? കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളെയും വിമർശിച്ച് അഭിഭാഷക ദീപ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയാകുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു എന്ന തലക്കെട്ടോടെയുള്ള കുറിപ്പിൽ വ്യക്തിപരമായ വിഷയങ്ങൾ പൊതുരംഗത്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിലെ ധാർമ്മികതയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന വാർത്തകൾ മൂടിവെക്കാനും രാഷ്ട്രീയത്തിൽ ചൂടുപിടിപ്പിക്കാനും വേണ്ടിയാണ് ഒരു പീഡനമെങ്കിലും ഉണ്ടാകണമെന്ന് പാർട്ടിക്ക് ആവശ്യമുള്ളതെന്ന് അവർ പരിഹസിക്കുന്നു. ആദ്യം അബോർഷന് നിർബന്ധിച്ചു എന്നായിരുന്നു വേദന. എന്നാൽ ഇപ്പോൾ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ വാർത്ത നൽകുന്ന മാധ്യമങ്ങളുടെ ആത്മാർത്ഥതയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ പ്രണയിക്കുമ്പോൾ മാന്യത ഉറപ്പാക്കി വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തുകയാണ് പതിവ്. അല്ലാതെ ചിരിച്ചു കാണിച്ചാൽ ഉടനെ ഹോട്ടൽ മുറികൾ തേടില്ല. പരസ്പരം എഴുതി തീർത്ത വാട്സപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടതെന്നും അവർ പറയുന്നു. ഇത് വൈരാഗ്യം തീർക്കാനോ ഒരാളെ നശിപ്പിക്കാനോ ഉള്ള ശ്രമമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ, നിയമ സംവിധാനങ്ങൾ എന്നിവയെ സമീപിക്കണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സ്ത്രീത്വത്തെ ഇല്ലാതാക്കരുതെന്നും അവർ ഉപദേശിക്കുന്നു. രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞു പുറത്തു വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കും എന്ന് പരിഹസിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ചയാക്കുന്നത് വലിയ അഴിമതികൾ മൂടിവെക്കാനാണോ എന്ന സംശയവും അവർ പ്രകടിപ്പിക്കുന്നു. ഇത് ബലാത്സംഗമോ പീഡനമോ അല്ലെന്നും പ്രായപൂർത്തിയാകാത്ത രണ്ട് വ്യക്തികളുടെ അറിവും സമ്മതവും ഉൾക്കാഴ്ചയും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും ദീപ ജോസഫ് പറഞ്ഞു. ഒരു കൈകൊണ്ട് അടിച്ചാൽ ശബ്ദമുണ്ടാകുമോ? ഒരാൾ തന്നെ എങ്ങനെ കുറ്റക്കാരാകും എന്നും ചോദ്യമുയർത്തുന്നു. സംഭാഷണത്തിന്റെ മറുപുറം കൂടി പുറത്തുവിടണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേതൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും തന്റെ നിലപാട് ഇതുതന്നെയാകും. രാഷ്ട്രീയ അടിമകളെക്കുറിച്ചല്ല, പുരുഷന്മാരെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷക ദീപ ജോസഫ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇതേസമയം രാഹുലിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച CPM നേതാവ് PP ദിവ്യ രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നാണ് ദിവ്യ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും. നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കുമെന്നും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കുമെന്നും ദിവ്യ പറയുന്നു. ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി, നിങ്ങൾ ധൈര്യമായി പരാതിപ്പെടണം, കേരള ജനത കൂടെ ഉണ്ടാവുമെന്നും അവർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു.